നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ സാരീസാണ് കാണിക്കുന്നത്. അത് ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം. നമുക്ക് എന്താ പറയുക, സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഫങ്ഷൻ എന്ന് പറയുന്ന എങ്ങനെ വേണേലും കൊടുക്കാം. അത് ഒരു പ്രത്യേക കാറ്റഗറിപ്പെട്ട അജ്രക്കിൻ്റെ പ്യുവർ അജ്രക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന സാരീസ്. പിന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും കണ്ടിട്ടില്ലാത്ത ഒരു മോഡൽ സാരീസ്. ഇത് വന്നിട്ട് വന്നിട്ടുണ്ടല്ലോ ഒരു ജോർജറ്റിൻ്റെ ഒക്കെ ഒരു വരുന്ന ഒരു സ്റ്റഫ്. അങ്ങോട്ട് കാണിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബോർഡറും പ്രിൻറ്റും ഒരു ചുമ്മാ നോർമൽ സാരിയാണ്. പക്ഷേ അതിനെ നമുക്ക് ഒരു എന്താ പറയുന്നത് വെറൈറ്റി ആക്കി മാറ്റിയൊക്കെ ഉടുക്കാം. വലിയ റേറ്റുള്ള സാരിയല്ല, ഓവർ റേറ്റ് അല്ല, പക്ഷെ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ സാരി. എന്താ ഇതിപ്പം വന്നിട്ട് മെറൂൺ ഷെയ്ഡാന്ന് തോന്നുന്നല്ലേ, മെറൂൺ ഷെയ്ഡ്. ഇവിടുത്തെ ബോർഡർ ചെറിയ ബോർഡർ ഇങ്ങോട്ട് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഇത്രയും വീതിയുള്ള ബോർഡർ. ആ വീതിയുള്ള ആ ബോർഡറാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ പറഞ്ഞിട്ട് ഇത് എന്തോരം റഫ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. കാരണം ഒരു ഫങ്ഷൻ വെയർ കാറ്റഗറി പെട്ടതാണെങ്കിലും റഫ് യൂസ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. മുന്താണി ഇങ്ങനെ, കാരണം ഷിഫോണാണ് മെറ്റീരിയൽ, ഷിഫോണിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇത് മുന്താണി, ബ്ലൗസ് വന്നിട്ട് ഇത് പിന്നെ അതാ അല്ലേ, ഷിഫോൺ അല്ലേ. ഇത് കണ്ടോ, ഇത് വരും ബ്ലൗസും ഇത് തന്നെ ബ്ലൗസ് തയ്ക്കണം. ജോർജറ്റാണോ സെമി സിൽക്കാണോ? ശരിയാ, ഇത് തന്നെ ബ്ലൗസ്. ഇവർ പറയുക ഇത് ഷിഫോൺ അല്ല, ഇത് ജോർജറ്റിൻ്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം, എനിക്കും തോന്നിയത്. ഇപ്പം ഞാൻ ഇത്രയും ലെയർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് ബ്ലൗസേ വന്നിട്ട് ഇങ്ങനെ ബോർഡറും കൂടെ വെച്ചിട്ട് അങ്ങനെ അത് മൊത്തത്തിൽ തയ്ച്ച് കഴിയുമ്പോൾ ഇത് നമ്മളിപ്പോൾ മടക്കി വെച്ചേക്കുന്നുണ്ട്. ഒരു ചില സാരികൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുമല്ലോ, മടക്കി വെച്ചേക്കുന്നുണ്ട്, ഇതിനകത്ത് ഒരു വലിയ അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും തോന്നുകയില്ല. പക്ഷേ അതിൻ്റെ ആ ബ്ലൗസും കാണാമോ ഇങ്ങനെ, ആ ബ്ലൗസിൻ്റെ കയ്യിലെ ബോർഡറും അത്രയും വീതിക്ക് തന്നെ ബോർഡർ. അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ കയ്യെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇത്രയും വീതിക്ക് ആ ഒരു ബോർഡർ വന്നിട്ട് നമ്മൾ ഇത്രയാണല്ലോ നോർമലി എല്ലാ മജോറിറ്റി ആൾക്കാരും കൈ വെക്കുന്നത്. ഇപ്പോൾ ഇത്രയും വീതിക്ക് ആ ബോർഡർ വന്നിട്ട് ആ ബ്ലൗസും പിന്നെ ആ സാരിയും കൂടെ ചേരുമ്പം ഒരു സൂപ്പർ ഭംഗിയായിരിക്കും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് മടക്കി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ഇത് ചുമ്മാ നമ്മളെപ്പോഴും കാണുന്ന ഒരു സാധാ സാരിയും തോന്നും. പക്ഷേ നല്ലൊരു എടുപ്പതിന് കിട്ടും, ഒരു വെറൈറ്റി, അത്രേ ഉള്ളൂ. അതിൻ്റെ കളേഴ്സാണുള്ളത്. അതിപ്പോൾ ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡാണേ, മെറൂണിൻ്റെ ഷെയ്ഡ്. ഇത് പർപ്പിള് കേട്ടോ, പർപ്പിള് ഇങ്ങനെ ഒരു ബോർഡർ. ഇവിടുത്തെ ബോർഡർ ചെറുതാണ്, ഇവിടുത്തെ വരുമ്പോൾ നല്ല വീതി ബോർഡർ, നല്ലതായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് നല്ല ശരീരത്തോട്ട് നല്ല ഒതുങ്ങിയിരിക്കും. അത് നമുക്ക് വണ്ണമൊക്കെ നല്ലപോലെ കുറവ് തോന്നിക്കും. പിന്നെ ആ ബ്ലൗസും എല്ലാം കൂടെ വരുമ്പം നല്ലൊരു ഭംഗിയാണ്. ശരിയാ, ജോർജറ്റിൻ്റെ ഒരു ഇതാട്ടോ, ഷിഫോൺ അല്ല. ബോട്ടിൽ ഗ്രീൻ, ഇവിടെ ഒരു ചെറിയ കുഞ്ഞിക്ക് അവിടെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ത്രെഡ് പോയിട്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി സീക്വൻസും ഒക്കെ ഉണ്ട്. ഒരു ഇച്ചിരൂടെ ഒരു ടച്ച് തോന്നിക്കാൻ, ഒരു പാർട്ടി ടച്ചൊക്കെ തോന്നിക്കാൻ. റോയൽ ബ്ലൂ, കണ്ടോ, ഇത് വരും താഴത്തെ ബോർഡർ. ഇനി ഒരു കളറും കൂടിയുണ്ട്, ബ്ലാക്ക്. ബോർഡറിൽ ഒരു കോപ്പർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്, കോപ്പറിൻ്റെ ഒരു ഡിസൈനാണ് ഇത്. പ്രിൻ്റ് അല്ല, ഇവിടെ വന്നിരിക്കുന്ന വീവിങ്ങ. താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും വീവിങ്ങ, പ്രിൻ്റ് അല്ല കേട്ടോ.
അയ്യോ അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇത് വീവിങ് ആണ്, വീവ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ അല്ലാത്ത സാരികൾ നമ്മൾ ഈ ബനാറസി സാരിക്കൊക്കെ ചെയ്തേക്കുന്ന പോലെ തന്നെ വീവ് ചെയ്തിട്ടിരിക്കുന്ന സാരിയാണ്. ഇനി ഞാൻ കാണിക്കുന്ന ഒരു ഡിസൈനർ സാരിയാണ്. എത്ര പേർക്ക് ആ ഒരു എന്നെ സംബന്ധിച്ച് പേഴ്സണലി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഇങ്ങനത്തെ കാറ്റഗറിപ്പെട്ട സാരികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് സാരി യൂസ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ പോലും നമുക്കൊരു നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ്. 6 മീറ്ററാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് നല്ല പ്യുവർ കോട്ടണിൻ്റെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡറാണ്. ഡിസൈനർ സാരിയാണ്. ഡിസൈനർ സാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറി ഡിസൈനിങ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഡിസൈനർ എന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലും അങ്ങനത്തെ ഒരു നമ്മളെപ്പോഴും കണ്ട് ബോറടിച്ച് കാണുന്ന സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സാരി. ഇത് ഫുള്ള് ഇതെന്ന് വെച്ചാൽ 6 മീറ്റർ പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അജ്രക്ക് ബോർഡറാണ്. ഇത്രയും നല്ല വീതിക്കുള്ള അജ്രക്ക് ബോർഡർ. മേളത്തെ ഭാഗത്ത് ബോർഡർ ഇല്ല, പ്ലെയിനാണ്. അത് നമ്മളിങ്ങനെ ഉടുത്ത് ചുറ്റി വന്നു കഴിയുമ്പോൾ കൈയുടെ ഇവിടെ മാത്രമേ ആ ബോർഡർ വരുള്ളൂ. മുന്താണിയില്ല, ഫുള്ള് ഇങ്ങനെ തന്നെ. 6 മീറ്ററാണ് ഈ ഒരു സംഭവം. ഇത് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രാവശ്യം സാരി, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുർത്തി തയ്ക്കാനോ നല്ല അപ്റ്റായിട്ടുള്ള ഇതാണ്. നമുക്കിതൊരിക്കലും ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ തുണി എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് അല്ല, നല്ല പ്യുവർ കോട്ടണ്. പിന്നെ ഇതിന് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പം ബ്ലാക്ക് എടുത്തിട്ട് ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ 6 മീറ്റർ ഉണ്ടല്ലോ, നല്ല പ്ലീറ്റ്സ് എല്ലാം ധാരാളമായിട്ട് കിട്ടും. നല്ല ഭംഗിയായിരിക്കും അത് പിടിച്ചിട്ട് ഉടുത്ത് കഴിയുമ്പോൾ. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കയ്യേലും കൂടെ വെക്കുകയാണെങ്കിൽ ഭയങ്കര എടുപ്പായിരിക്കും. അത് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാം. കയ്യിൽ ഈ ഒരു അജ്രക്കിൻ്റെ ബോർഡറും വന്നിട്ട് കറുത്ത ബ്ലൗസും ബോഡി ഇങ്ങനെ വന്നിട്ടുള്ള സാരി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കാൻ. വേറെ കൂടുതലൊന്നും ഇതിനകത്ത് കാണിക്കാനില്ല. അങ്ങനെയാണ് ആ സാരിയുടെ ഒരു സംഭവം കേട്ടോ. ഇതിപ്പോൾ വന്നിട്ട് ഇതിൻ്റെ 2-3 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഈ ഒരെണ്ണം മെറൂൺ എന്ന് പറയാം അല്ലേ. ഒരു മെറൂണും ബ്ലാക്കും എല്ലാം കൂടി ഒരു ഹാൻഡ്ലൂമിൻ്റെ പോലത്തെ ഒരു വീവിങ്ങാണ്. പക്ഷെ നല്ല സൂപ്പർ കോട്ടൺ ആണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതാണ്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റോ അല്ലെങ്കിൽ കറുത്ത മുത്തോ പേളോ ഒക്കെ ഉള്ള ഓർണമെൻറ്റ്സോ ഒക്കെ ഇടുവാണെങ്കിൽ വേറെ ഒരു ബുജി ടച്ചില്ലേ, ആ ഒരു ടച്ചാണ്. നല്ല ഭംഗിയാണ്. പിന്നെ അജ്രക്കിൻ്റെ ഇത് ഞാൻ നേരത്തെയൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവരുന്നത് കാണിക്കുന്നതായിരുന്നു. ഇതും ഇപ്പോൾ കാണിച്ച പോലെ തന്നെ 6 മീറ്ററുള്ള അജ്രക്ക് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വിത്ത് നാച്ചുറൽ ഡൈ. ഈ ഒരു മെറ്റീരിയലിൻ്റെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് വെറും ഒരു കോട്ടൺ മെറ്റീരിയൽ, ഒരു കോട്ടൺ തുണി എന്ന് വരും. പക്ഷേ ഇത് അജ്രക്ക് പ്രിൻ്റാണ്, നാച്ചുറൽ ഡൈ ആണ്. നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈ, അതായത് കളറാക്കി എടുത്തിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ്. നമ്മളിപ്പോൾ മഞ്ഞൾ ഉപയോഗിച്ച് മഞ്ഞ കളർ ഉണ്ടാക്കും. അതുപോലെ പൊമഗ്രാനൈറ്റ് വെച്ച് റെഡ് കളർ എടുക്കും. അങ്ങനെ പല പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങൾ കൊണ്ടാണ് കളറിൻ്റെ ഡൈ ആക്കി എടുക്കുന്നത്. അതിനകത്ത് കുറച്ച് കെമിക്കൽസും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഡൈ എടുക്കുന്നത്. അങ്ങനെ ഡൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്ലോക്കാണ് പ്രിൻ്റ് എന്ന് പറയുന്നത്. മെഷീനല്ല, പവർലൂം അല്ല, കൈകൊണ്ട് നമ്മളിപ്പോൾ സീല് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുന്ന പ്രിൻ്റാണ് ഇത്. ഇതെല്ലാം കേട്ടപ്പോൾ എന്നെ സങ്കടം വന്നോ? ഇത്ര തളർന്ന് പിണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുക അവിടെ ഇരുന്ന്. അറിയത്തില്ലാത്തതല്ലാതല്ല കേട്ടോ. ഒരു കുന്തം അറിയത്തില്ല എന്നിട്ട് പറഞ്ഞു ഡയലോഗ് അടിച്ചത് ഇങ്ങനത്തെ സംഭവം. ഇതിപ്പോൾ വന്നിട്ട് നല്ല തെളിമയുള്ള ഈ ഇതിൽ കൂടെ പോകുന്ന ഒരു എന്നാ പറയുന്നത് യെല്ലോ കളറില്ലേ, അതിൻ്റെ ബ്ലൗസും കൂടെ ഇടുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ ഗ്രീൻ ആയിരിക്കും പലരും പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ഗ്രീനിന് ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡൗൺ ആയി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെല്ലോയാണ് കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇതിൽ ബ്ലൗസ് ഇല്ല. 6 മീറ്ററാണ് ഈ മെറ്റീരിയൽ ഫുള്ള് ഇങ്ങനെ. പ്യുവർ അജ്രക്കാണ്, പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ ഹാൻഡ് ബ്ലോക്കാണ്, പ്യുവർ നാച്ചുറൽ ഡൈയുമാണ്. അതുകൊണ്ട് ആണ് അത്ര നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഉടുക്കാൻ. ഹാൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ റേറ്റ് വ്യത്യാസം വരുന്നത്. അതിനൊക്കെ ഒരു വൃത്തിയാതെയും കൂടുതലാണ്. പിന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വരുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഇപ്പം ഞാനിതൊക്കെ എപ്പോഴും പറയുന്ന കേട്ടോ, എന്നാലും ഞാൻ പിന്നെയും പറയുവാണേ, നമ്മളൊരു സാധനത്തെ സീല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മണ്ടേ കൂടെ ഒന്നുകൂടെ അതിപ്പോൾ കളർ കറക്റ്റ് സീല് പതിങ്ങില്ല എങ്കിൽ വീണ്ടും ഒന്നും കൂടെ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ അങ്ങനെ കാണാമല്ലോ. അവിടെ ഇവിടെയൊക്കെ ചിലപ്പം ഇങ്ങനെ
ആ ഒരു കളർ കൃത്യമായിട്ട് പതിയാത്ത രീതിക്ക് തോന്നും. അത് ഹാൻഡ് ബ്ലോക്ക് ആണെന്നുള്ളതിൻ്റെ തെളിവാണ്. അജ്രക്, പ്യുവർ അജ്രക്കിൻ്റെ ഇങ്ങനെ തന്നെയാണ് 6 മീറ്റർ ടാസിലൊക്കെ പിടിപ്പിച്ച ഇങ്ങനെ തന്നെയുള്ള സാരി. അടിപൊളിയായിരിക്കും. ഇതിന് നല്ല ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് മെറൂണോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ഇടുന്ന ഒരു രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫുള്ള് ഇതായിപ്പോവും. പ്ലെയിൻ ബ്ലൗസ് ഇടണം. ഒത്തിരി ഞാൻ നേരത്തെ നമ്മളൊത്തിരി കൊണ്ടുവന്ന് കാണിച്ച, ഇപ്പോഴും പഴയ വീഡിയോ എടുത്തിട്ട് ആൾക്കാർ വളരും. അതിൻ്റെ റീൽസൊക്കെ കാണിച്ചിട്ട് ആ സാരി ഉണ്ടോ എന്ന് ചോദിക്കും. അത്രയും വേണ്ട, ഉണ്ടോയ്ക്ക് നിങ്ങൾ അത്രയും വേണ്ട ചോദിക്കും ഇല്ലേ? ചോദിക്കുമെന്ന് നിങ്ങളൊക്കെ തന്നെയാണ് പറയാറുള്ളത്. ആണോ? ഇത് നമ്മുടെ ഒരു ചന്തേരി കോട്ടണിൽ വരുന്നൊരു സാരിയാണ്. ലൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാം. ചുമ്മാ ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡെയിലി ഉടുക്കണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ, ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഇതാണ് മുന്താണി കേട്ടോ. നല്ല ലൈറ്റ് ഷെയ്ഡ്, നല്ല എന്താ പറയുക, കണ്ണിന് കുളിർമയേകുന്ന ലൈറ്റ് ഷെയ്ഡുകളാണ്. ഇത് വരും മുന്താണി. ഇതൊന്നും പ്രിൻ്റ് അല്ല, ഇത് ഫുള്ള് വീവിങ്ങാണ്. ഈ കാണുന്ന മൊത്തം വീവിങ് ആണ്. ഇത് അഴുക്ക് വശം ഉണ്ടോ, വീവിങ്ങാണ് ഇത്. ഇങ്ങനെ ഇതെല്ലാം വീവിങ്ങാണ്. ഇതെല്ലാം അങ്ങനത്തെയാണ്, പ്രിൻ്റ് അല്ല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് പ്രിൻ്റ് അല്ല എന്നുള്ളതാണ്. ബ്ലൗസ് അല്ലേ, ബ്ലൗസ് കാണിക്കും. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ലൈറ്റ് കൂടെ ലൈൻസ് വരുന്ന, ലൈറ്റ് ബ്ലൂവേ കൂടെ സെയിം സെൽഫ് കളറേ കൂടെ തന്നെ ഈ ലൈൻസ് വരുന്ന ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് വൈറ്റ് ഇതുമുണ്ട് കേട്ടോ, ബോർഡറുണ്ട്. ബ്ലൗസിൻ്റെ കയ്യെ വെക്കാൻ ബോർഡറുണ്ട്. ഇത് തന്നെ തയ്ച്ചിട്ടാലും നല്ലത്. വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതിടുവാണെങ്കിൽ കുറേ കൂടെ, ഇപ്പോൾ വൈറ്റ് ബ്ലൗസ് നല്ല ട്രെൻഡാണല്ലോ, കുറേ കൂടെ ഭംഗിയായിരിക്കും. ഇതിൻ്റെ 3 കളറുള്ള 3 കളറിനും അങ്ങനെ ചെയ്യും. ഇവിടുത്തെ ബോർഡർ കാണിച്ച് നല്ല എടുപ്പുള്ള സാരിയാണ്, നല്ല ഭംഗിയുള്ള സാരിയാണ്, നല്ല ലൈറ്റ് ഷെയ്ഡുമാണ്. പിന്നെ ഉടുക്കാനും ഒക്കെ നല്ല സുഖം. ചന്തേരി കോട്ടൺ ആണ്. സ്റ്റാർച്ച് ചെയ്യണ്ട, സ്റ്റാർച്ചിൻ്റെ ചെയ്യുന്ന ആവശ്യമില്ല. അങ്ങനത്തെ പടിപടാന്ന് നിൽക്കുന്ന ഒരു സാധനമല്ല ഇത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാൻ മീൻസ് വാഷ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഉടുക്കാനൊക്കെ ഭയങ്കര ഇതാണ്. നമ്മളത് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കേണ്ട സാധനമല്ല. വാഷ് ചെയ്യുന്നത് കെയർഫുള്ളാകണം. ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് വാഷ്, മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സാരിക്ക് നല്ലത്, സാരിയോടും നല്ലത്. പീച്ച് ഷെയ്ഡ്, പീച്ചും വൈറ്റും. നിങ്ങൾ ഇതിന് വൈറ്റ് ബ്ലൗസും കൂടെ ഒന്ന് വെച്ച് നോക്കി. ഹക്കോബയുടെയൊക്കെ ഞാൻ ഈ വൈറ്റ് പറയുമ്പോൾ എല്ലാം ഹക്കോബ പറയുന്നത് എന്നാ പറയുക, വൈറ്റ് പ്ലെയിൻ ചുമ്മാ അങ്ങനെ ഒരു രസമില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈപ്സോ ചെറിയ വീവിങ് അങ്ങനത്തെ വന്നേക്കുന്നോ ഒക്കെ വൈറ്റാണ് നല്ലത്. ചുമ്മാ വൈറ്റിൻ്റെ ഏതെങ്കിലും പോയി തുണിയെടുത്ത് വൈറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കാണത്തില്ല. അല്ലെങ്കിൽ നല്ല കോട്ടൺ ഹക്കോബ ഏറ്റവും നല്ലത്. ഇതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. ആരും അതിനകത്ത് ഒരു മോശം കാണരുതേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ വെറുതെ പറയുന്നേ ഉള്ളൂ. ഇത് മുന്താണി. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും ഉടുക്കാം, ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും ഉടുക്കാം. ഡെയിലി വെയർ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ബ്ലൗസ് പീച്ച്, നല്ല പിങ്ക് ഷെയ്ഡ് കണ്ടോ. ലൈറ്റ് ഷെയ്ഡ് ആരാധകർ ഒത്തിരി ഉണ്ട്. അവർക്കൊക്കെ ഹാപ്പി ആവൂലേ. ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കാണിച്ചില്ലല്ലോ. ഇതുണ്ടോ, ട്രാൻസ്പെറൻ്റ് അല്ല, സീ ത്രൂ അല്ല. ഇത് ഇത്രയും ലെയർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പടാന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി വരുന്ന നമുക്കിഷ്ടത്തിന് നമുക്ക് പിടിച്ചിട്ട് ഉടുക്കാനൊക്കെ ഒരു പാടുമില്ല. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസിന് ബോർഡർ ഉണ്ട്, ഞാൻ കാണിച്ചില്ലേ.
ഈ ഒരു ബോർഡർ ഉണ്ട്, ബ്ലൗസിൻ്റെ അറ്റത്ത് വയ്ക്കും. കാലാവസ്ഥയ്ക്ക്, ഇപ്പോഴത്തെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ഒക്കെ നല്ലതാണ്. മഴയ്ക്ക് അത്രയും ഓക്കെ ആകണം എന്ന് എനിക്ക് തോന്നുന്നു. മഴയത്ത് നമ്മളങ്ങനെ കോട്ടൺ കാര്യമായിട്ട് അങ്ങനെ ഇടുകയെന്നല്ല, ഇടാറില്ലല്ലോ, ഉപയോഗിക്കാറില്ലല്ലോ. നമുക്ക് വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ്, വാട്സപ്പ് കോള് വഴിയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഒത്തിരി പേര് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ചോദിക്കുന്നുണ്ട് ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ബുക്കിംഗ് ചെയ്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. എൻക്വയറികൾ നിങ്ങൾ യൂട്യൂബിൽ നടത്താതെ ഈ സ്ക്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് എന്ന് പറഞ്ഞ നമ്പർ എഴുതിയിട്ടുണ്ട്. എൻക്വയറികൾ അവിടെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ കിട്ടും. യൂട്യൂബിലിട്ട് കഴിയുമ്പോൾ റിപ്ലൈ കിട്ടത്തില്ല. പിന്നെ ചിലരെല്ലാം വിളിച്ച് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പറിലോട്ട് അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുന്നത്, അത് മാറി അയക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് എൻ്റെ പേഴ്സണൽ നമ്പറിൽ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ബുക്കിംഗ് ഒക്കെ വേറെ സൈഡിലായിരിക്കുന്നത്. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. റിപ്ലൈ വേഗം കിട്ടി, സാധനം കിട്ടിക്കോട്ടെ എന്നോർത്തിട്ട് പറയുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും പറയുന്നതല്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.